ഹലോ, വെൽക്കം ടു തേർഡ് ഡേ ഓഫ് സ്കോട്ട്ലൻഡ്. രാവിലെ ഒരു കോഫി, അത് നിർബന്ധം. പിന്നെ രാവിലെ എഴുന്നേറ്റ് ഇന്നലെ നമ്മൾ രാത്രി എങ്ങനെയാണ് വന്നതെന്നുള്ള വ്യൂ ഒന്നും കണ്ടില്ലല്ലോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് എങ്ങനെയുണ്ട് പരിസരമൊക്കെ ഒന്ന് നോക്കി, അവിടെ ചെമ്പരിയാടികളൊക്കെ കണ്ട് മനസ്സ് നിറഞ്ഞു. പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പ്രിപ്പറേഷനിലായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. പിന്നെ റെഡിയായി ഞങ്ങൾ പുറത്ത് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്ത് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ ഭയങ്കര ഭംഗിയായിരുന്നു. ഈ മലകളുടെയും കുന്നുകളുടെയൊക്കെ ഇടയിൽ നടക്കൊരു വീട്, അത് അങ്ങനെയായിരുന്നു ഞങ്ങളുടെ പോട്. നല്ല അടിപൊളി സ്റ്റേ ആയിരുന്നു, നല്ല ഹോസ്റ്റായിരുന്നു. പിന്നെ റെഡിയായി ഞങ്ങൾ അവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്തു. ഇന്നലെ വന്ന വഴികൾ രാത്രി ഇതായിരുന്നു എന്ന് കണ്ടപ്പോൾ ഞങ്ങൾ ശരിക്കും ഞെട്ടി. ഇന്നലെ ഈ വഴി കൂടിയാണ് നമ്മൾ വന്നതല്ലേ രാത്രി. പക്ഷെ കാണാൻ പറ്റില്ല. ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. നമ്മൾ നേരെ എഡിൻബറയിലേക്ക് പോവാം. അതിന് മുന്നേ ഒരു കാസ്റ്റലുണ്ട്, ഭയങ്കര ഫേമസ് ആയിട്ടുള്ള കാസ്റ്റൽ. അതും കൂടി കണ്ടിട്ടാണ് പോണത്. ഞങ്ങളവിടെ എത്തിയപ്പോൾ നല്ല ടൈമിംഗ് ആയിരുന്നു. അവിടെ ചെന്നപ്പോൾ തന്നെ റെയിൻബോ ഒക്കെ കണ്ട്, നല്ല ബാക്ക്ഗ്രൗണ്ടൊക്കെ കണ്ട്. കാസ്റ്റലിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ ഫീ ഉണ്ട്, എത്രയോ പൗണ്ട്. ഞങ്ങൾക്ക് പിന്നെ താല്പര്യമില്ലാത്തതുകൊണ്ട് എത്രയാണെന്നൊന്നും നോക്കിയില്ല. തൊട്ടടുത്ത് കണ്ട് അവിടുത്തെ കഫേ കയറി. അതിന് പകരം ഒരു കോഫിയും രാവിലത്തെ ഒരു കുഞ്ഞി സാൻഡ്വിച്ചും കഴിച്ചിട്ട് ഞങ്ങൾ ആ ഭംഗിയൊക്കെ ആസ്വദിച്ച് അവിടെ നിന്ന് ഇറങ്ങി. ഇത് പോണ വഴിയിലുള്ള ഒരു ഫാം പോലത്തെ ഒരു സംഭവമാണ്. ഈ ഹൈലാൻഡ് കാറ്റലിനെ ഞങ്ങൾ ശരിക്കും അവിടെ നിന്ന് ഞങ്ങൾ വന്ന വഴി കാണുന്നുണ്ടായി. ഞങ്ങളിത് സ്റ്റാച്ചു ആണെന്നാണ് വിചാരിച്ചത്. ഇത് അനങ്ങൊന്നുമില്ല, അങ്ങനെ തന്നെ നിൽക്കുമായിരുന്നു. പിന്നെ അടുത്തെത്തിയപ്പോഴാണ് അവിടെ ആൾക്കാരൊക്കെ നിൽക്കണുണ്ട്. അപ്പോൾ എന്തോ ഫാം പോലെയാണെന്ന് മനസ്സിലായി. ഞങ്ങൾ അങ്ങോട്ട് കയറിയത്. അതിൻ്റെ ഒപ്പം കുറേ നേരം ഫോട്ടോ എടുത്ത് ഒന്നിനും പറ്റില്ല. അതിനെ കൊഞ്ചിച്ച് കൈയൊക്കെ വാഷ് ചെയ്യണം എന്ന് അവിടെ പ്രത്യേകം എഴുതിയിട്ടുണ്ട്. ചെറിയൊരു മഴയുണ്ടായി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ലോങ് ഡ്രൈവായിരുന്നു. നമ്മൾ ഡയറക്റ്റ് അവിടെ നിന്ന് വെച്ച് പിടിക്കുകയായിരുന്നു എഡിൻബറയിലേക്ക്. ഞങ്ങൾ ഇൻവേർനസ് വഴി പോകാമെന്നുള്ളൊരു പ്ലാനിലായിരുന്നു ശരിക്കും അവിടെ നിന്ന് പോകുന്നത്. പിന്നെ കുറേ ടൈമും കൂടി എക്സ്ട്രാ വേണ്ടി വരും എന്നുള്ളതുകൊണ്ട് കുറച്ച് ചുറ്റലും ഉണ്ട്. പിന്നെ ഇടയ്ക്കൊരു കോഫി ബ്രേക്കൊക്കെ എടുത്ത് വ്യൂസൊക്കെ കണ്ട് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് പയ്യെ പോകുന്നത്. റിലാക്സ് ആയിട്ടാണ് പോകുന്നത്. കാരണം ഇൻവേർനസ് വഴി പോകുകയാണെങ്കിൽ കുറച്ച് എക്സ്ട്രാ ചുറ്റലും ഉണ്ട്. പക്ഷേ സീനറിയൊക്കെ അവിടുത്തെ അടിപൊളിയാണ് കേട്ടോ. ആരെങ്കിലും വരുവാണെങ്കിൽ മിസ് ചെയ്യണ്ട, ഇതൊക്കെ നല്ല രസം. അങ്ങനെ മഴയും കാറ്റും വെയിലൊക്കെ താണ്ടി ഞങ്ങൾ സിറ്റി വഴി കൂടെയൊക്കെ പോകുമായിരുന്നു. ആ സമയമാകുമ്പോൾ ഏകദേശം നല്ല വിശപ്പായി. അപ്പോൾ വഴി കണ്ട ഒരു റെസ്റ്റോറൻറ്റിൽ കയറി അവിടെ കയറി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അവിടെ ആണെങ്കിൽ ഒരു പട്ടി ഉണ്ടായിരുന്നു. എല്ലാവരോടും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട്. എനിക്ക് പിന്നെ പട്ടീനെ പേടിയായതുകൊണ്ട് അധികം എടുക്കാൻ പോയില്ല. പെട്ടെന്ന് ക്ലൈമറ്റ് മാറും സ്കോട്ട്ലാൻഡിൽ, അതൊരു പ്രശ്നമായിട്ട്. ഇതാ നോക്കൂ, തല തിരിഞ്ഞൊരു ക്ലോക്ക്. ഈ യാത്രയിൽ ഞങ്ങൾ കോഫി കുടിച്ചതിന് ഒരു കൈയും കണക്കുണ്ടായില്ല. അപ്പോൾ വണ്ടിയിൽ തന്നെ കുറേ കോഫിയുടെ ഗ്ലാസ്സുകളും വാട്ടറിൻ്റെ ബോട്ടിലൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇടയ്ക്ക് നിർത്തി അതൊക്കെ കളഞ്ഞു, ഒന്ന് റിലാക്സ്ഡായി വീണ്ടും യാത്ര. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഭയങ്കരമായിട്ട് ടയേർഡായി. റെഡ് ബുള്ളൊക്കെ വാങ്ങി വീണ്ടും എനർജി കയറ്റിയിട്ടാണ് ഞങ്ങൾ പിന്നീട് പോകുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ സൺസെറ്റ് ആവാൻ തുടങ്ങി. അത് അടിപൊളിയായിരുന്നു ശരിക്കും, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഇത് സ്കോട്ട്ലാൻഡിലെ ഒരു ഫേമസ് ഐക്കോണിക് ബ്രിഡ്ജാണ്, ക്യൂൻസ് ഫെറി ക്രോസിംഗ് ബ്രിഡ്ജ്. ആ വഴി കടന്നാൽ നമ്മൾ എഡിൻബറയിലേക്ക് പോകണം. ഞങ്ങളങ്ങനെ ഇരുട്ടണേക്ക് മുന്നേ തന്നെ ഞങ്ങൾ സ്റ്റേക്കേഷനെത്തി. വഴിയൊക്കെ കണ്ടുപിടിക്കാൻ ഈ പ്രാവശ്യം ഒരു കുഴപ്പമുണ്ടായില്ല. ഞങ്ങൾ കറക്റ്റായിട്ട് തന്നെ എത്തി. അവിടെ എത്തി ഞങ്ങളുടെ ഹൗസിനോട് വെച്ചപ്പോൾ പുള്ളിക്കാരത്ത് പറഞ്ഞ റെസ്റ്റോറൻ്റ് ആയിട്ട്. കുറേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇന്ത്യൻ, ചൈനീസ്, ഇറ്റാലിയൻ, കുറേ ഓപ്ഷൻസ് ഉണ്ടായി. ഞാനേ തുറക്കോ തുറന്നു. ഹലോ, സോറി. ഇത് കിച്ചൺ എല്ലാം ഉണ്ടല്ലേ. ഫ്രിഡ്ജ്, ഈ ചീപ്പ് എൻ്റെയാണ്. എല്ലാം ഉണ്ട്. ആശയുണ്ട്, വാഷിംഗ് മെഷീൻ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ സ്പൂണും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുളിക്കാൻ ഇത് അടിപൊളി.
ഇതാണ് ഇവിടെ ഒരു കുട്ടി സോഫ. ഇത് ഈ അമ്മാമ്മയുടെ ബുക്കാണ്. ഇവിടെ വന്ന എല്ലാവരും ഒരു റിവ്യൂ പോലെ എഴുതിയിടും. ജസ്റ്റിൻ ഫിലിപ്പ് തോമസ്. നമുക്ക് ഏതാവശ്യം നമുക്ക് ഇതാ ഇത് 2021 മുതലുള്ളതുണ്ട്. ഇപ്പോൾ 2022 ഇവിടെ 23. ഇത് ജർമ്മനി, ലെന ആൻഡ് ജൂലിയൻ ഫ്രം ജർമ്മനി. നമുക്ക് എഴുതിയാലും കൂടെ കിളിയാണ് എല്ലായിടത്തും അമ്മമ്മയുടെ വീട്ടിൽ. ഒരു ആ കിളിയുടെ പടം വരച്ച് എല്ലാ ഉച്ചിനൊക്കെ കൊടുത്ത് അമ്മാമ്മയ്ക്ക് സന്തോഷമായിട്ട് കാണുക. എന്താ ഇന്ന് ഡിന്നർ? ഏറ്റവും ഇഷ്ടപ്പെട്ട അവിടെ ക്യാമറ അമ്മ പറഞ്ഞു. അടയ്ക്കത് കഴിക്കാം. ഒരു ചിയേഴ്സ് പറഞ്ഞു വേണമെങ്കിൽ. ചിയേഴ്സ്.